Hello everyone, welcome to the strategy class for the CUET PG Biology exam. അപ്പോൾ നമ്മൾ സിലബസ് മൊത്തം കവർ ചെയ്തു, അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇത്രയും ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. പോരെ, ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം മാനേജ്മെന്റ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മുടെ CUET എക്സാമിനെ പറ്റി പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പാർട്ട് എയിൽ 25 ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിൽ 75 ക്വസ്റ്റ്യൻസും. പാർട്ട് എ എന്ന് പറയുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ, അതേപോലെ തന്നെ ജനറൽ നോളജും മാത്തമാറ്റിക്കൽ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന പാർട്ടാണ് പാർട്ട് എ എന്ന് പറയുന്നത്. പാർട്ട് ബിയിൽ നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള 75 ക്വസ്റ്റ്യൻസ്. അപ്പം ഈ 100 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമുക്കുള്ളത് 2 മണിക്കൂർ, അതായത് 120 മിനിറ്റ്സ് ആണ്. അപ്പം ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് 1.2 മിനിറ്റ്സ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസർ ആണെങ്കിൽ +4 മാർക്സും, ഇനി റോങ് ആൻസർ ആണെങ്കിൽ -1 മാർക്സും ആണ് വരുന്നത്. അപ്പൊ പാർട്ട് എയിലായാലും പാർട്ട് ബിയിലായാലും നിങ്ങൾ ഏത് ക്വസ്റ്റ്യന് ആൻസർ ചെയ്താലും നിങ്ങൾക്ക് ഒരേ മാർക്കാണ് കിട്ടുന്നത്. ഇനി ഏതെങ്കിലും റോങ് ആൻസർ ആണെങ്കിൽ ഒരേ മാർക്കാണ് കുറയുന്നത്. അപ്പം വെയിറ്റേജ് കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല. പാർട്ട് എയിലും പാർട്ട് ബിയിലും മാർക്കിന്റെ ബേസിൽ എല്ലാ ക്വസ്റ്റ്യനും സെയിം മാർക്കാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മോക്ക് എക്സാംസ് ചെയ്ത് നോക്കാം. മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ ടൈം മാനേജ്മെന്റ് കുറെ കൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഓരോരുത്തർക്കും ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ അതിന്റെ ടൈം മാനേജ്മെന്റ് മെത്തേഡ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഓൾറെഡി അങ്ങനെ ഒരു മെത്തേഡ് ഉള്ള ആളുകൾ അത് ഫോളോ ചെയ്യാം. ഇനി എങ്ങനെ ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യണം എന്ന് കൺഫ്യൂഷൻ ഉള്ള ആളുകൾക്ക് ഒരു സജഷൻ പോലെ ഒരു മെത്തേഡ് പറയുകയാണ്. അപ്പം ആദ്യത്തെ ആദ്യം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ളത് 2 മണിക്കൂറാണ്. ആദ്യത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് നിങ്ങൾ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പൊ പാർട്ട് എയിലാണ്, പാർട്ട് എയിലുള്ള ഓരോ ക്വസ്റ്റ്യനും വായിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ, നിങ്ങൾക്ക് അപ്പൊ തന്നെ ആൻസർ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട മെത്തേഡ് അറിയാം, അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും എന്നുള്ള കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തതിന് ആൻസർ എഴുതുക. അതേപോലെ പാർട്ട് ബിയിൽ, ഇപ്പം ബയോളജിന്റെ കേസിലാണെങ്കിൽ നമുക്കധികം ലെങ്തി ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതേപോലെ ആ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ഡയറക്റ്റ് ആയിരിക്കും, കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയെങ്കിൽ എന്തായാലും ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഈ ഒരു 100 ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ വായിക്കുക, അറിയെങ്കിൽ അപ്പൊ തന്നെ ചെയ്യാം. അപ്പം ആദ്യത്തെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്ന് അറിയാത്ത ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ അധികം പോവാതിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് എന്തായാലും അറിയാന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്തു. ഇനി നിങ്ങൾക്ക് പാർട്ട് ബിയിൽ നിങ്ങൾക്ക് 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ആ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൽ കുറെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കുറച്ച് ആലോചിക്കാനായിരിക്കും. അപ്പൊ നിങ്ങൾ പാർട്ട് ബിയിൽ ഉള്ള ബയോളജി ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് സമയമെടുത്ത് നിങ്ങൾ അത് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാതെ വിടുന്നതായിരിക്കും നമുക്ക് നല്ലത്. ബിക്കോസ് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പാർട്ട് ബിയിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തതിന് ശേഷം, ഇപ്പൊ പാർട്ട് ബിയിൽ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അധികം ടൈം കൊടുക്കേണ്ടി വരില്ല. കാരണം ബയോളജിയുടെ പിന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൽ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ പാർട്ട് ബി നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ എന്നിട്ട് നിങ്ങൾ പാർട്ട് എയിൽ പോവാം. പാർട്ട് എയിൽ ചിലപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഇരുന്ന് ആലോചിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ പാർട്ട് എയിൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കൊടുത്ത് പാർട്ട് എയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാം. പാർട്ട് എയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഇരുന്ന് സമയം കൊടുത്ത് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആദ്യം ആ ഒരു പാർട്ട് എയിന് വേണ്ടി സമയം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് സമയം പോകും. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും വായിക്കാനും കോൺഫിഡന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനുമുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അപ്പം നമ്മുടെ എക്സാമിന്റെ സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയില്ല എന്നുള്ള പ്രശ്നങ്ങൾ. സോ ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തു എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പം ഈ രീതിയിൽ നിങ്ങൾ എക്സാമിന് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു CUET എക്സാമിന് നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ ട്രൈ ചെയ്യാം. പിന്നെ സിലബസിലേക്ക് വരുവാണെങ്കിൽ സിലബസിൽ ഓരോ ടോപ്പിക്കിന്റെ വെയിറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിന് പകരം
ആ ഒരു എക്സാമിന് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് മനസ്സിലാക്കി അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതും ഒരു മെത്തേഡാണ്. അപ്പം നമ്മുടെ സിലബസിൽ പറയുവാണെങ്കിൽ ടെക്നിക്സ്, ക്രൊമാറ്റിൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, അതേപോലെ ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, മോളിക്കുലർ ജെനറ്റിക്സ്, മൈക്രോബയോളജി, പ്ലാന്റ് സയൻസ് ആൻഡ് ആനിമൽ സയൻസ്, ഇത്രയായിരുന്നു നമുക്ക് തന്നിട്ടുള്ള സിലബസ്. ഇതിൽ വെയിറ്റേജിന്റെ കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓരോ ടോപ്പിക്കിനും എത്രത്തോളം വെയിറ്റേജ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ പ്ലാന്റ് സയൻസും ആനിമൽ സയൻസും നല്ല വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ആണ്. മൈക്രോബയോളജി കമ്പയർ ടു പ്ലാന്റ് സയൻസ് ആൻഡ് ആനിമൽ സയൻസ് അത്രയും വെയിറ്റേജ് ഉള്ള ടോപ്പിക് അല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ വെയിറ്റേജ് ഉള്ള മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് മോളിക്കുലർ ജെനറ്റിക് ആണ്. ബയോടെക്നോളജിയിൽ നിന്ന് മാക്സിമം 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. ബയോകെമിസ്ട്രി അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇതിൽ സ്ട്രക്ചർ ഓഫ് ബയോമോളിക്യൂൾസ് എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതേപോലെ ബയോഎനർജറ്റിക്സ് എന്ന് ഇപ്പം ഗ്ലൈക്കോളിസിസ് ആയാലും TCS സൈക്കിൾ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ് ടെക്നിക്സ്. ടെക്നിക്സ് എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഈ ഒരു വർഷത്തെ പ്രത്യേകതയാണ് ടെക്നിക്സിൽ നിന്ന് മോഡൽ പേപ്പറിലാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലുള്ള എല്ലാ ടോപ്പിക്കിലും നിങ്ങൾ നമ്മളെ കൺസെപ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതും ഇനി അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ സിലബസിനെ പറ്റി പറയാനുള്ളത്. അപ്പം സിലബസിൽ ഓരോരോ ടോപ്പിക്കൊന്നും എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക. അതേപോലെ ഓൺലൈനിലൊക്കെ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും, അത് ചെയ്യാം. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റിന് പറ്റും. അതേപോലെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതിനുള്ള ഒരു ഐഡിയയും കിട്ടും. അപ്പൊ എക്സാമിന് മുമ്പ് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റിലൂടെ ഈ പറഞ്ഞതുപോലെ ടൈം മാനേജ്മെന്റിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ സിലബസ് നന്നായിട്ട് പഠിക്കുകയും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുകയും മോക്ക് ടെസ്റ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് CUET എക്സാം എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.